എടാ ഇറക്കാ, നാട്ടിൽ പ്രേതം അവിടെ എവിടെയാ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഏതോ ഒരു പെണ്ണിന്റെ മേൽ കയറിയെന്ന് പറയുന്നത്, അതും വെളിയിൽ നിന്ന് വന്നൊരു പെണ്ണിന്റെ മേലില്. ആന്നേ, അവളെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞാ അവളെ കൊല്ലൂന്ന് പറയുന്നു. ചേട്ടാ, എനിക്ക് തോന്നുന്നത് അവളെ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് ശവമായിട്ടായിരിക്കും എന്നാ. ഇവിടെ ഒരു പ്രേതം പേപ്പർ വെച്ചോണ്ടിരിക്കുന്നു. രാവിലെ തന്നെ നിന്റെയൊക്കെ വായിൽ നല്ല ഒന്നും വരത്തില്ലടാ. പ്രേതത്തെ ഓടിക്കാനായിട്ട് പുറത്തുള്ള ഗ്രാമത്തിൽ നിന്ന് നമ്പൂതിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നീ അത് നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. ഓം കാളി നമഃ, ഓം കാളി നമഃ, ഓം കാളി നമഃ. ഓ കാളി വാ, വാ കാളി, കാളി വാ, ഇറങ്ങി വാ. ഓം കാളി, ഇങ്ങോട്ട് എന്തിനാ വന്നേ? നിനക്ക് എന്താണ് വേണ്ടത്? പറയേ, നിനക്ക് എന്താ വേണ്ടെന്ന് പറയേ, പറയേ. നിനക്ക് എന്താ വേണ്ടേ? പറയാ. ഈ നാട് വേണം. എവിടെ വന്ന് ആരുടെ എന്താ ചോദിക്കുന്നേ? നീ ഇരിക്കേണ്ട സ്ഥലമാണോ ഇത്? മര്യാദയ്ക്ക് നാട് വിട്ടു പോ. എന്നെ കറപ്പിച്ച് നോക്കുന്നോ? എന്ത് ധൈര്യം നീ എന്നെ കറപ്പിച്ച് നോക്കൂടി? എന്റെ അടുത്ത് കളിയെടുക്കുന്നോ? പോകില്ല, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഉറപ്പായിട്ട് പ്രതികാരം ചെയ്യും. നിന്നെ പോലെ എത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവും. നിന്നെ വരട്ടേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയടി. നിന്നെ വരട്ടാണ്ട് ഞാൻ വിടത്തില്ലടി. ഓടിപ്പോ, ഓടി ഇവിടുന്ന് ഇറങ്ങി. എന്റെ അടുത്ത് നിന്റെ തന്ത്രമൊന്നും ഫലിക്കത്തില്ല. ഓ പിശാചേ, ഓം കാളി, ഓം കാളി, ഓം കാളി, ഓം കാളി. ഇപ്പൊ പോകും നീ ഇവിടുന്ന് പിശാചേ. ഇത് പോകത്തില്ലേ? ഇതുണ്ടോ ചൂരല് അടിച്ചെന്റെ മുതുക് അടിച്ചു പോ. പോ പോ. എന്താടി കത്തിക്കണോ? എന്താടി നീ എന്റെ മേ തൂതുവാ? നിന്റെ സാധനമൊക്കെ എടുത്തോ. എടുക്ക, എടുക്ക, എടുക്കടേ, എടുക്കടേ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടുക്ക, എടുക്ക, എടുത്തോണ്ട് പോ. പോ പിശാചേ, പോ പുറത്ത്. പോ പിശാചേ, ആരും വരരുത്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നാ മതി. നീ പോ. പോരെ, പോരെ. ഈ നാട്ടുകാര് പേടിക്കും നിന്നെ ഈ പറച്ചിലും കാണിച്ചിലും കണ്ട്. ഞാൻ പേടിക്കണടി പിശാചേ. ഇനി നിന്നെ കൊണ്ട് ഈ നാട്ടിലോട്ട് കാല് കുത്താൻ പറ്റാത്തളവിന് നിന്നെ ആ ചുടുകാട്ടി ഞാൻ കെട്ടിടാ നോക്കണി പാട്ടിച്ചി. ഓടിക്കോ, എല്ലാരും ഇവിടുന്ന് ഓടിക്കോ. ഇനി ഈ നാടിനാരും ജീവിക്കണ്ട. നാട്ടുകാരെ ഓടിക്കോ. നാട്ടുകാരെ, നിങ്ങളെ ഈ പിശാചി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. കൂട്ടിക്കെട്ടി ഓടിക്കോ ഇവിടുന്ന്. എടാ പിള്ളാരെ ഓട്, പറയുന്നേക്ക്. അയ്യോ ഓടിക്കോ, ഓടിക്കോ. അയ്യോ അമ്മേ. എന്താ കാര്യം? എടാ, ഈ നാട്ടുകാരായ നിങ്ങളെ എല്ലാവരും തന്നെ ചുടുകാട്ടിലാടാ താമസിച്ചോണ്ടിരിക്കുന്നത്. ഈ നാട് മുഴുവൻ രക്തക്കറയാണല്ലോടാ. മരിച്ചുപോയ മുത്തുവിന്റെ ആത്മാവ് വീര്യം കൂടി നിൽക്കുക. നിങ്ങൾ ഈ നാട്ടിലുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ ജീവൻ അപകടമാ. ഈ നാട് നശിപ്പിക്കാണ്ട് അവൻ വിടത്തില്ല. ഇതൊന്നും കേൾക്കാണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഒരു ജീവൻ പോലും ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഇനി ഒരു നാടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഈ ജീവൻ പോയാൽ ദൈവം എല്ലാരും ഇവിടുന്ന് ഒന്ന് പോയി ജീവൻ രക്ഷിച്ചോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇതാ നോക്ക്, ഞാൻ എത്രയോ ആത്മാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് വെറും ദുഷ്ടശക്തിയെ മാത്രം ചേർത്ത് എല്ലാരും കൊല്ലുന്ന ശക്തി. ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാം ദുർമരണപ്പെട്ടവരാണ്. അവരെവിടെയാണോ മരണപ്പെട്ടത് അതാണ് അവരുടെ നാട്, അതാണ് അവരുടെ ലോകം. ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ജീവരാശികൾ ഉണ്ടെങ്കിൽ അതുങ്ങളെ എല്ലാം കൊന്നുകളയും. സ്വാമി, ഞങ്ങൾ നിങ്ങളെയാണ് വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ തന്നെ എങ്ങനെ പറഞ്ഞ വേറെ വഴിയില്ല സ്വാമി. ഒരൊറ്റ വഴിയുണ്ട്. നിങ്ങളെല്ലാരും ഈ നാട് വിട്ടു തന്നെ പോകണം. നിങ്ങൾ ആരും ഇല്ല ഇവിടെ എന്നത് അറിഞ്ഞാൽ ഒരു ജീവരാശി ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് അത് അനങ്ങാണ്ടിരുന്നോളും. പക്ഷേ അതിന് എന്തോ ഒരു സമയമെടുക്കുമെന്ന് അറിഞ്ഞൂടാ. ദൈവീത് എന്നെ വിട്ടേക്ക്. എടാ, നിങ്ങൾ എന്തോരം ആൾക്കാരെ വിളിച്ചോണ്ട് വന്നാലും ഈ നാടിനെ നശിപ്പിച്ചെടുക്കും. ഒരിക്കലും രക്ഷിക്കാൻ വിടത്തില്ല അത്. എടാ വാടാ, പോവാ, വാടാ, എടുത്തോണ്ടരാം. നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് നമ്മുടെ മുത്തശ്ശന്മാരുണ്ടാക്കിയ ഭൂമിയാണ്. ഇവിടെ ഒരു ദുഷ്ടശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഈ നാട് വിട്ട് ഓടിക്കാൻ ആർക്കും കഴിയില്ല.
ഇത് നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ നാട്. നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. ഈ നാടിനെ ഞാൻ രക്ഷിച്ചോളാം. വയ്ക്കോ, എല്ലാരും സമാധാനമായി പോയിക്കിട്ട് തുടങ്ങാം. വയ്ക്കോ. അതെ, ആരത്? ആരാ ഈ സമയത്ത്? ആരാന്നല്ലേ ചോദിച്ചേ? അയ്യോ മുത്തു, എടാ എന്നൊന്നും ചെയ്യല്ലേ മുത്തു, എന്നെ വെറുതെ വിടണോ? എടാ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ മീനാക്ഷി, മീനാക്ഷി. അയ്യോ എല്ലാരും ഓടി പോയോ? മുത്തു വന്നേ. അയ്യോ സാറേ, എന്താ മുഖത്തൊക്കെ ഭയങ്കര വേർപ്പ്? നിങ്ങൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വന്നേ. മുത്തു, മുത്തു എന്താ സാറേ, എന്താ പറയുന്നേ? അവിടെ എവിടെ സാറേ? ഒന്നും കാണുന്നില്ലല്ലോ. മുത്തു അവിടെ, എവിടെ? അവിടെ 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 നിൽക്കുന്നു. പുറയിലെ എവിടെ സാറേ? നിൽക്കുന്നുണ്ടല്ലേ? അവിടെ ആരും ഇല്ലല്ലോ സാറേ. അവിടെ നിൽപ്പുണ്ട്. ഒന്നുമില്ല സാറേ, പേടിക്കല്ലേ. അവിടെ ഉണ്ട് സാർ, അവിടെ നോക്ക് സാർ, നിങ്ങളുടെ ബാക്കില്. അയ്യോ അയ്യോ അയ്യോ, വാതിൽ തുറക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ സാറേ, വാതിൽ തുറക്ക്. അമ്മേ, ഒരു ദിവസമെങ്കിലും വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. എടാ, 20 വർഷം നിന്റെ അച്ഛന് ഞാനാ ഉണ്ടാക്കി കൊടുക്കുന്നേ. ഒരിക്കൽ പോലും അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, അറിയോ? നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല, പക്ഷെ നാട് മുഴുവനും പറഞ്ഞു കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത. എടാ, നിന്റെ അച്ഛനെ ഞാനൊരു മുളകെടുത്തിടിച്ച് ഭർത്താവ് പുരാണം തുടങ്ങണ്ട, ഭക്ഷണം സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് തന്നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് കഴിക്കരുത്. ശരി. എന്താ പറ്റിയേ? വെള്ളം എടുക്കമേ. കുടിക്ക. ഇതുകൊണ്ടാ രുചിയോടെ ചെയ്തു തരുമ്പോ കുറ്റം പറയരുതെന്ന് പറയുന്നേ. കഴിക്കുമ്പോ സംസാരിക്കാതെ കഴിക്കേ. കഴിക്ക്. അല്ലമ്മേ, വിക്ക് വന്ന വീട്ടിലോട്ട് വിരുന്നുകാരി വരുന്നല്ലേ പറയാറ്? ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതെവിടെന്നാ പുതിയ കാര്യങ്ങളൊക്കെ? വല്ലാതെ ആലോചിക്കുന്നില്ല. ആരെങ്കിലും വരണമല്ലോ. ആരെടാ? മോളോ? വാ ഇരിക്കെ, കഴിക്കാം. എണീക്കടാ. അമ്മയോട് കൂടാ പറഞ്ഞു കേട്ടില്ലേ? എണീക്ക്. ഇത് ഇട്ടിട്ട് വന്നേ. അമ്മ ഇതൊന്നും എടുത്തിട്ട് വന്നേ, പെട്ടെന്ന് പോണം. എന്താ ആലോചിക്കുന്നേ? 11 വരെയുള്ളൂ മുഹൂർത്തം, പെട്ടെന്നാവട്ടെ. ഹേയ്, എന്താടി നിന്റെ പാട്ടിന് വന്നിട്ട് തുണിയും കൈ തന്നിട്ട് ഇറങ്ങാൻ പറയോടാ? എന്താ എന്നെ കെട്ടാൻ പോകണോ നീ? അതെ, ഇന്നും നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവാ. പെട്ടെന്ന് റെഡിയാവ്. കളി പറയാതെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ നോക്ക്. നീ കഴിക്ക. സീരിയസ് ആയിട്ടാ പറയുന്നത് അമ്മേ. എന്താ മോളെ, എന്തിനെങ്കിലും ധൃതി പിടിക്കുന്നേ? ധൃതി എനിക്കല്ല അമ്മേ, എന്റെ വീട്ടിലുള്ളവർക്കാ. ഞങ്ങള് തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിലറിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ വീട്ടിൽ കല്യാണാലോചന തുടങ്ങിയിരിക്കുക. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷം നൽകും. എന്നാൽ മാതാപിതാക്കൾക്കോ അവർക്ക് വിഷമേ ഉണ്ടാവും. അച്ഛനമ്മമാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയവരാരും നന്നായിട്ടില്ല മോളെ. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. ധൃതി കൂട്ടാതെ ഇങ്ങനെ നല്ലൊരു ദിവസം നോക്കി ഞാൻ മോളുടെ വീട്ടിലേക്ക് വരാം. അമ്മേ അമ്മേ അമ്മേ, വീട്ടിലൂടെ വന്ന് മഹാലക്ഷ്മിയെ വേണ്ടെന്ന് പറയാതെ അമ്മേ. എടാ, എന്റെ വീട്ടിലേക്ക് മഹാലക്ഷ്മി എപ്പ വരണം എന്നൊക്കെ എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. അമ്മേ, ഇതിലൊരു പോളിറ്റിക്സും ഇല്ലല്ലോ. നിനക്ക് എല്ലാം കളിയാ. ഇരുന്ന് കഴിക്കേ. വാ മോളെ, ഇരിക്കേ. എടാ, ഉള്ളതാണോ പറയുന്നേ? അതേടാ,
നിന്നെ അന്വേഷിച്ചു വന്ന പെണ്ണിനെ കോഴിക്കുഞ്ഞിനെ ഞെരിക്കണത് പോലെ ഞെരുക്കി കുടുംബം നടത്തിക്കൊണ്ട് പോവാതെ ഞങ്ങളുടെയൊക്കെ കൂടെ ചേർന്ന് അച്ചാർ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നാട് നക്ഷത്രമൊക്കെ നോക്കിട്ടെ ഈ നാട്ടിലെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് എന്റെ അമ്മയ്ക്കും എനിക്കും ആഗ്രഹം. അത് നടക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അതുവരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? അതൊക്കെ ഇരിക്കട്ടെ, ഗ്ലാസ് മതിടാ, ബാലൻസ് നാളെ അടിക്കണം നമുക്ക്. എന്തായാലും ശരി, ചായക്കടക്കാരന്റെ മോളെ തൂക്കിയേ പറ്റൂ. തൂക്കിയിരിക്കും. പൊക്കാടാ, പൊക്കാം, നമുക്ക് പൊക്കാം. എന്റെ ജോലിയാ, നീ അടങ്ങി ഒതുങ്ങി നിക്കണ. ഞാൻ മൈനറുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി, മനസ്സിലായല്ലേ? എന്നാ നാടിനകത്ത് ഒറ്റ ഒരുത്തനെ കാണുന്നില്ലല്ലേ? എല്ലാവരും പേടിത്തൊട്ടമാരാ, എല്ലാരും പറയും കാണും. പറയുന്നേക്കെ നീ ഇങ്ങനെ തന്നെ നടന്നു പോയാൽ നീ ഒരിക്കലും നിന്നെ വീട്ടിൽ പോയി ചേരത്തില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? ഈ നാടിന് തന്നെ ഞാനാ ബോഡി ഗാർഡ്. എനിക്ക് നീ ബോഡി ഗാർഡ് ആവുന്ന? പോടാ പോടാ, നീ വീട്ടിൽ പോവാ. രാവിലെ നീ എവിടുന്ന ഉറങ്ങി എഴുന്നേക്കാൻ പോകുന്നതെന്ന് നോക്കിയ. എനിക്ക് എങ്ങനെ പോണം നല്ലപോലെ അറിയാടാ. ഈ നാട്ടിലെ ഓരോ ഇടവഴി എനിക്ക് നല്ലതുപോലെ അറിയാം. അതിപ്പോ എത്ര രാത്രി എന്താ കാര്യം? ഭയങ്കര കഷ്ടമായി പോയല്ലോ. എങ്ങനെയാണ് സംഭവിച്ചത്? എന്താ തിരുമേനിയത്? ആ നമ്പൂതിരി പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. അവിടെ ഇവിടെ അരഞ്ഞു ചേരുന്ന നമ്മുടെ മുത്തു ഇപ്പൊ ഒരു ജീവൻ തന്നെ ഇല്ലാതെയാക്കിയല്ലോ. ഇനി ഇവിടെ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്?